i2i ന്യൂസ് രാഹുലിന്റെ PR ഏജൻസിയോ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചില മാധ്യമങ്ങൾ പേര് വെളിപ്പെടുത്തിയില്ല എങ്കിലും കൃത്യമായി അത് കാണുന്നവർക്ക് i2i ന്യൂസ് ആണ് എന്ന് മനസ്സിലാകുന്ന തരത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. i2i ന്യൂസ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചാനലാണ്, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ PR വർക്ക് നടത്തുന്ന ഒരു ചാനലാണ് എന്നൊക്കെ തരത്തിലാണ് ഇവർ പടച്ചുവിടുന്നത്. അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം, കഴിഞ്ഞ 202 ദിവസമായി i2i ന്യൂസ് രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട തുടർച്ചയായ ഒരു ക്യാമ്പയിനായി വാർത്ത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായും ആരും ചിന്തിച്ചു പോകും, ഇതുപോലെ 100-200 ദിവസം തുടർച്ചയായി ഒരാൾക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ അവരുടെ വാർത്തയുടെ ഭൂരിഭാഗവും സമയം ഈ ഒരു വിഷയത്തിന് വേണ്ടി നീക്കിവെക്കണമെങ്കിൽ ഒന്നുകിൽ പണം വാങ്ങിയിട്ടാവും, അതല്ലെങ്കിൽ ഇതിൻ്റെ മുഖ്യ ഇൻവെസ്റ്റർ രാഹുലാവും, അതല്ലെങ്കിൽ രാഹുലിൻ്റെ PR പണി ചെയ്യുന്ന ഒരു ഏജൻസി ആവും ഇത്. അതല്ലാതെ ഇപ്രകാരം തുടർച്ചയായി ഒരു വാർത്ത കൊടുക്കുവാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്ന് ആളുകൾ ചിന്തിച്ചാൽ നമുക്ക് അവരെ തെറ്റു പറയാൻ സാധിക്കില്ല. എന്നാൽ i2i ന്യൂസിനെ അറിയാവുന്നവർക്കറിയാം, ഞങ്ങൾ ഏതൊക്കെ സമയം ആർക്കൊക്കെ വേണ്ടി നിലപാടുകൾ എടുത്തിട്ടുണ്ടോ അതിനെല്ലാം വ്യക്തമായ ചില കാരണങ്ങളുണ്ടായിരുന്നു, നിലപാടുകളുണ്ടായിരുന്നു. നമുക്കറിയാം, ചാണ്ടിയുമ്മനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതിൻ്റെ ആ വിഷയമൊന്നും മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ചില യൂട്യൂബർമാർ അടക്കം കൃത്യമായ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ചില മാധ്യമങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബം ചികിത്സ നിഷേധിക്കുന്നു എന്ന തരത്തിൽ വ്യാജ വാർത്തകൾ പടച്ചുവിട്ടപ്പോൾ ഞങ്ങളാണ് കാര്യകാരണ സഹിതം ആ സമയം ചാണ്ടിയുമ്മന് സപ്പോർട്ടായി നിന്നത്. അത് ചാണ്ടിയുമ്മൻ്റെ PR വർക്കോ ചാണ്ടിയുമ്മനോട് പണം മേടിച്ചോ ആയിരുന്നോ? അല്ല. അതുപോലെ മറുനാടൻ ഷാജിർ സ്കറിയയ്ക്കെതിരെ സംഘടിതാക്രമണം ഉണ്ടായപ്പോൾ അയാളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുവാൻ ശ്രമിച്ചപ്പോൾ, അറസ്റ്റ് ചെയ്ത് അകത്തിടുവാൻ ശ്രമിച്ചപ്പോൾ ആഴ്ചകളോളം i2i ന്യൂസ് ഒരു ക്യാമ്പയിനായി മറുനാടന് വേണ്ടി നിലകൊണ്ടു. അത് മറുനാടനോട് പണം വാങ്ങിക്കൊണ്ടോ മറുനാടനോട് പ്രത്യേക അമിതമായ താല്പര്യമുള്ളത് കൊണ്ടോ അദ്ദേഹത്തിൻ്റെ PR പണിയോ അല്ല ഞങ്ങൾ ചെയ്തത്. ആ സമയം അപ്രകാരം ഒരു സപ്പോർട്ട് ആവശ്യമാണ്, അപ്രകാരം ശബ്ദമുയർത്തേണ്ടുന്ന ഒരു ആവശ്യകത ഉണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ തന്നെ ചെയ്ത ഒരു കാര്യമാണ്. അതുപോലെ KSRTC ഡ്രൈവറായിരുന്ന യദുവിൻ്റെ വിഷയം വന്നപ്പോഴും ഞങ്ങൾ യദുവിനെ മാസങ്ങളോളം സപ്പോർട്ട് ചെയ്ത് വാർത്തകൾ ചെയ്തത് യദുവിൻ്റെ പണം മേടിച്ചുകൊണ്ടോ യദുവിൻ്റെ PR പണിയോ ആയിരുന്നില്ല ഞങ്ങൾ ചെയ്തത്. രാഹുലിൻ്റെ വിഷയം വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഞങ്ങൾ ആദ്യം മിഷൻ 60 ആരംഭിച്ചു. ആ 60 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിയുമെന്ന് ഞങ്ങൾ കരുതിയെങ്കിലും അപ്രകാരം ഉണ്ടായില്ല. കാരണം VD സതീശനും പിണറായി വിജയനും സംയുക്തമായി രണ്ടുപേർക്കും വളരെ കൃത്യമായ അജണ്ടകൾ ഉണ്ടായിരുന്നു. ആ അജണ്ട നടപ്പിലാക്കുവാൻ ഏറ്റവും മികച്ച മാർഗം രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ഒരു യുവനേതാവിനെ ഇരയായി എടുത്തുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തിയാൽ അത് മാസങ്ങളോളം നീണ്ടുപോകും, ഭരണവിരുദ്ധ വികാരം മറയ്ക്കുവാൻ സാധിക്കും. അതുപോലെ കോൺഗ്രസിലെ ആ വളർന്നു വരുന്ന യുവനിരയെ വെട്ടിനിരത്തുവാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് എന്ന് മനസ്സിലാക്കിയാണ് അപ്രകാരം ഒരു തേൻകണി VD സതീശനെ ഒരുക്കിയത്. ഇത് മനസ്സിലാക്കിയാണ് ഞങ്ങൾ അപ്രകാരം ഒരു മിഷൻ 60 ആരംഭിച്ചത്. ആ മിഷൻ 60 തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഈ വിഷയം ഇവിടം കൊണ്ട് തീരില്ല, അതുകൊണ്ട് തന്നെ മിഷൻ 250 ഞങ്ങൾ ആരംഭിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് വരുന്ന തിരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാനുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരു കൊട്ടേഷനാണ് VD സതീശനും സംഘവും ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനിടയ്ക്ക് അവർ യാതൊരു കാരണവശാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുവാൻ ശ്രമിക്കത്തില്ല. അത് ആളിക്കത്തിച്ച് ആ തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് വരെ അവർ കൊണ്ടുപോകുമെന്ന് മനസ്സിലാക്കിയാണ് ഞങ്ങൾ അപ്രകാരം ഒരു മിഷൻ 250 ആരംഭിച്ചത്. ചുരുക്കം പറഞ്ഞാൽ ഇന്നും 202 ദിവസമായി i2i ന്യൂസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നും മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ കാര്യങ്ങളെടുത്താലും ഡിജിറ്റൽ മാധ്യമങ്ങളെടുത്താലും രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് i2i ന്യൂസാണ്. പ്രിയമുള്ളവർ മനസ്സിലാക്കുക, എനിക്കറിയാം ഒരു 90% i2i ന്യൂസിനെ സ്നേഹിക്കുന്നവരും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും അത് മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് രാഹുലുമായി ബന്ധപ്പെട്ട ഒരു PR വർക്കല്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, രാഹുലുമായി ഇതുവരെ സംസാരിച്ചിട്ടില്ല.
രാഹുൽ ഞങ്ങളെ വിളിച്ചിട്ടില്ല, രാഹുലിനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, രാഹുലുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ആളുകളുമായി പോലും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. എന്നാൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാം കരുതുന്നത് രാഹുലും i2 ന്യൂസുമായി എന്തോ അടുത്ത ബന്ധമുണ്ട്, രാഹുൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന പണിയാണിത്, അതല്ലെങ്കിൽ രാഹുലിന്റെ PR ആണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് അവർ ബലമായി സംശയിക്കുന്നു. കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്ത് ഏതോ നേതാക്കന്മാർ ഫണ്ട് ചെയ്ത് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതാണ്, വി.ഡി. സതീശനെ കരിവാരി തേപ്പിക്കുവാൻ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമോഹികളായ അല്ലെ ആ കസേര ആഗ്രഹിക്കുന്ന മറ്റാരോ ഞങ്ങൾക്ക് ഫണ്ട് ചെയ്ത് രാഹുൽ വിഷയത്തെ ചാരി നിന്ന് വി.ഡി. സതീശനെ ഞങ്ങൾ ആക്രമിക്കുന്നതാണ് എന്നൊക്കെ തരത്തിലുള്ള ഒരു സംസാരം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇതിനെ ഒരു വാശിയോടെ രാഹുൽ ഞങ്ങളെ വെച്ച് ചെയ്യിക്കുന്നു, രാഹുൽ i2 ന്യൂസിനെ കൊണ്ട് നേതാക്കന്മാരെ തെറിവിളിപ്പിക്കുന്നു, ആക്രമിക്കുന്നു എന്ന തരത്തിലൊക്കെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഇതിൽ യാതൊരു വാസ്തവുമില്ല എന്ന് i2 ന്യൂസ് പ്രേക്ഷകർക്കറിയാം. പക്ഷേ പൊതുജനങ്ങൾ ഈ സത്യം മനസ്സിലാക്കണം. ഇന്ന് ഇപ്രകാരം ഒരു വാർത്ത ചെയ്യുവാൻ കാരണം, ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചില മാധ്യമങ്ങൾ ഇപ്രകാരം ഈ ധ്വനിയോടുകൂടി ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് i2 ന്യൂസിൽ വരുന്ന ഈ സാധാരണ ജനങ്ങളുടെ ആ പ്രതികരണങ്ങൾ വലിയ ഇമ്പാക്റ്റ് രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കുന്നു. ഓരോ വീടുകളിലും ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലെ വാർത്തകളല്ല, i2 ന്യൂസിൽ വരുന്ന രാഹുൽ മാങ്കുട്ടുമായി ബന്ധപ്പെട്ട ഈ നീതികേടിന്റെ വാർത്തകൾ അവർ സശ്രദ്ധം കാണുകയും ചർച്ച ചെയ്യുകയും ഈ നീതി നിഷേധത്തെക്കുറിച്ച് വീട്ടിൽ ചർച്ച ചെയ്യുകയും അവർ ഞങ്ങളെ വിളിച്ച് അവരുടെ പ്രതികരണം അറിയിക്കുകയും ചെയ്യുമ്പോൾ സശ്രദ്ധം ലോകമെമ്പാടുമുള്ള മലയാളികൾ അത് കാണുന്നു. കോൺഗ്രസ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ കോടികൾ മുടക്കി ചെയ്യുന്ന ആ PR ആക്ടിവിറ്റിയെക്കാളും കൂടുതൽ റീച്ച് ഇത്തരത്തിലുള്ള സാധാരണ ജനങ്ങളുടെ പ്രതികരണങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് ഇവർ ഇപ്രകാരം ഒരു പ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇത് പെയ്ഡ് പരിപാടിയാണ്, ഇത് രാഹുലിന്റെ ചാനലാണ്, ഇത് രാഹുലിന് വേണ്ടിയുള്ള PR പണി ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സിൽ ഒരു അവേർഷൻ ഉണ്ടാകും. ഓ, ഇതൊരു PR ആണോ, അല്ലെങ്കിൽ ഇത് രാഹുൽ പറഞ്ഞു ചെയ്യിക്കുന്നതാണോ എന്നൊക്കെ തരത്തിൽ വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കാരണം അതിൻ്റെ അർത്ഥം ഈ സാധാരണക്കാരായ അമ്മമാരുടെയും വീട്ടമ്മമാരുടെയും സാധാരണ ജനങ്ങളുടെയും പ്രതികരണങ്ങൾ കുറുക്കി കൊള്ളുന്നു, അതവരുടെ മർമ്മസ്ഥാനത്ത് തന്നെ കൊള്ളുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇപ്രകാരമുള്ള പ്രചരണങ്ങൾ. അത് ഞങ്ങൾക്കുള്ള അംഗീകാരമായി ഞങ്ങൾ കരുതുന്നു. അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, രാഹുലുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, i2 ന്യൂസിനെ കുറിച്ചും എന്നെക്കുറിച്ചും പരാമർശിച്ചപ്പോൾ അദ്ദേഹം എന്നെ അറിയില്ലെന്നും അദ്ദേഹം ഈ വാർത്ത കണ്ടിട്ടില്ലെന്നും പറയുകയുണ്ടായി. അത് പച്ചക്കള്ളമല്ലേ സുല്ലേ എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ യാതൊരു അതിശയോക്തിയുമില്ല. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഞാൻ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, രാഹുൽ എന്നോട് സംസാരിച്ചിട്ടില്ല. അതല്ലെങ്കിൽ രാഹുലിൻ്റെ ഇംഗിതം നോക്കിയോ രാഹുലിൻ്റെ സ്ക്രിപ്റ്റ് അനുസരിച്ചോ അല്ല i2 ന്യൂസ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ അനുവാദം മേടിക്കുകയോ അവരുടെ ആശീർവാദം മേടിക്കുകയോ അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം അതല്ലെങ്കിൽ അവരുടെ പണം വാങ്ങിയോ അല്ല ഞങ്ങൾ ഈ പണി ചെയ്യുന്നത്. ഞങ്ങളുടെ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നീതി നിഷേധമുണ്ടായി, മറ്റാരും സഹായിക്കാനില്ലാതെ വരുമ്പോൾ ഞങ്ങളുടെ സഹായം ആവശ്യമാണ്, അന്നേരം ഞങ്ങളാലാവുന്ന ഒരു ചെറിയൊരു പിടിവള്ളി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിനെ സമീപിക്കുന്നതും അത്തരം വാർത്തകൾ ചെയ്യുന്നതും. അപ്രകാരം ഞങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ അനുവാദമോ അവരുടെ താല്പര്യമോ ഒന്നും ഞങ്ങൾ ചോദിക്കാറില്ല, പരിഗണിക്കുക പോലും ചെയ്യാറില്ല. അപ്പോൾ രാഹുൽ അപ്രകാരം ഒരു മറുപടി പറഞ്ഞു എന്നതിൽ എനിക്ക് യാതൊരു വിഷമമോ അതിശയോക്തിയോ ഇല്ല. കാരണം രാഹുലിനെ ഞാൻ കണ്ടിട്ടില്ല, രാഹുൽ എന്നെയും കണ്ടിട്ടില്ല, രാഹുലിനോട് ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല. പിന്നെ രാഹുലിന് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായ അതല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ സംസാരിക്കേണ്ടതായ യാതൊരു ബാധ്യതയുമില്ല. അതുകൊണ്ട് കോൺഗ്രസിലുള്ള നേതാക്കന്മാർക്ക് അപ്രകാരം ഒരു ധാരണയുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ തിരുത്തുക. രാഹുലിനെ ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനത്ത് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന, രാഹുലിൻ്റെ പണം പറ്റി പ്രവർത്തിക്കുന്ന ഒരു PR ഏജൻസികളല്ല i2 ന്യൂസ്. ഞങ്ങളെ അറിയാവുന്നവർക്കറിയാം, ഒരാളുടെ കയ്യിൽ നിന്നും പണം പറ്റി പ്രവർത്തിക്കുന്ന ഒരു PR ഏജൻസി അല്ല ഞങ്ങൾ. എന്നാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ദേശീയ തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഏജൻസികളിലും മാധ്യമങ്ങളിലും മാർക്കറ്റിംഗ് ആ വിഭാഗത്തെ ഹെഡ് ചെയ്യുകയും എല്ലാ തരത്തിലുള്ള
സ്ട്രാറ്റജികൾക്ക് നേതൃത്വം കൊടുക്കുകയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ വലിയ പൊങ്ങച്ചം പറയുകയല്ല, ഇതെല്ലാം എനിക്ക് നന്നായി അറിയാം. പക്ഷേ എൻ്റെ പണിയിലേക്ക് വരുമ്പോൾ, ITV ന്യൂസിലേക്ക് വരുമ്പോൾ ആരുടെയും പണം വാങ്ങി ഒരു PR പരിപാടി ഞങ്ങൾ ചെയ്യില്ല. ഇത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്ന സത്യമാണ്. ഇപ്രകാരം ഒരു ചിന്ത കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ രാഹുൽ കോൺഗ്രസ് നേതൃത്വത്തെ ഇതുപോലെ ഒരു ചാനലിനെ വെച്ച് വെല്ലുവിളിക്കുകയാണെന്നൊരു തോന്നലുണ്ടെങ്കിൽ ദയവായി മാറ്റുക. നിങ്ങൾ ഇതിൻ്റെ നല്ല വശം മാത്രം സ്വീകരിക്കുക. എന്തുകൊണ്ടാണ് ITV ന്യൂസ് ഇപ്രകാരം പറയുന്നത്? ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തോട് യാതൊരു വിദ്വേഷമില്ല, കോൺഗ്രസിലെ ഒരു നേതാക്കന്മാരോട് ഞങ്ങൾക്ക് വിദ്വേഷമില്ല, പ്രത്യേകിച്ച് VD സതീശനോട് ഞങ്ങൾക്കൊരു വൈരാഗ്യം വരേണ്ടതിന് യാതൊരു കാര്യവുമില്ല. ഈ രാഹുൽ വിഷയം ഉണ്ടാകുന്നത് വരെ ഇദ്ദേഹത്തെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്, അതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് PV അൻവറുമായി ബന്ധപ്പെട്ട് എടുത്ത ആ നിലപാടിലെല്ലാം ഞങ്ങൾ VD സതീശനെ ശക്തമായി സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. എന്നാൽ രാഹുൽ വിഷയം വന്നപ്പോൾ മാത്രം ഞങ്ങളുടെ അന്വേഷണത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ ഇത്രയും നിശിതമായി വിമർശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ K കരുണാകരൻ്റെ മകൻ K മുരളീധരനെയും ഉണ്ണിത്താനെയും ഒക്കെ ഞങ്ങൾ വിമർശിച്ചത് അത്രയും കളങ്കിതരായ അവർ രാഹുൽ വിഷയത്തിൽ എടുത്ത ആ നിലപാടിനെ ചൊല്ലിയാണ്. അതിനകത്ത് വ്യക്തിപരമായ യാതൊരു അടിസ്ഥാനമോ കാരണമോ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇതിനെ ഒരു ഈഗോ ഇഷ്യൂ ആയി എടുക്കാതെ ഞങ്ങൾ പറയുന്നത് ഒരു പൊതുജന വികാരമാണെന്ന് മനസ്സിലാക്കി, അത് ഈ പ്രസ്ഥാനത്തിന് നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ തിരുത്തിയാൽ ഇനി ഏതാനും മണിക്കൂറുകളെ ഉള്ളൂ എങ്കിൽ പോലും ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. ഇല്ല എങ്കിൽ ഇപ്രകാരം ഈ പൊതുജനങ്ങളുടെ വികാരം ITV ന്യൂസിലൂടെ കേൾക്കുമ്പോൾ ഇതൊരു PR പണിയാണ്, ഇത് രാഹുൽ നേതാക്കന്മാരെ കൊണ്ട് തെറിവിളിപ്പിക്കുന്നതാണ്, അതല്ലെങ്കിൽ ഇതിനേതെങ്കിലും ഒരു കൃത്യമായ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റോടുകൂടി നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ് എന്നൊക്കെ ഒരു കളറ് ചാർത്തി ഇതിനെ അവഗണിക്കുവാൻ ശ്രമിച്ചാൽ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്, പ്രത്യേകിച്ച് UDFന് കൊടുക്കേണ്ടുന്ന വില വളരെ കടുത്തതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയുവാൻ സാധിക്കത്തുള്ളൂ. ഈ വാക്കുകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്ന അന്ന് ഞങ്ങൾ പുനഃസംരക്ഷണം ചെയ്യുന്നതായിരിക്കും. UDFന്റെ നേതാക്കന്മാരെ, പ്രത്യേകിച്ച് VD സതീശ, താങ്കൾക്ക് പാളി എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. താങ്കൾ നടത്തുന്ന ഈ യാത്രയുടെ പരിസമാപ്തി തിരുവനന്തപുരത്തേക്ക് അടുക്കാൻ ഇനി ഏതാനും ദിനങ്ങൾ മാത്രം, 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ 2 ദിവസം എടുക്കുമ്പോൾ താങ്കളുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു പരാജിതന്റെയാണ്. താങ്കളുടെ ആ പതർച്ചയും വിളർച്ചയും താങ്കളുടെ മുഖത്ത് കാണാം. കോടികൾ PR-ന് വേണ്ടി ചെലവഴിച്ചിട്ടും ബലൂണ് വീർപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ഇല്ലാത്ത ഇമേജ് ഊതി വീർപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ സത്യമെന്ന് പറയുന്ന മുട്ടുസൂചി കൊണ്ട് ഞങ്ങളത് കുത്തിപ്പൊട്ടിച്ച് ഈ 6-ാം തീയതി നിങ്ങൾ ഒന്നുമല്ല എന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ 0 ആക്കിക്കളയും ഇവിടുത്തെ ജനങ്ങൾ. എന്തുകൊണ്ട്? ഈ പാർട്ടിയിലെ ഒരു മിടുക്കനായ നേതാവിനെ തേങ്കണിയിൽപ്പെടുത്തി നശിപ്പിച്ചിട്ട് സകലതിനെയും ഒതുക്കിയിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതരുത്. വീട്ടുകാരെ ഇറക്കി പൊങ്കാലയിട്ടത് കൊണ്ടൊന്നും താൻ രക്ഷപ്പെടത്തില്ല എന്ന് മനസ്സിലാക്കുക. കുടുംബക്കാരെ ഒക്കെ കൊണ്ടിറക്കിയപ്പോൾ തൻ്റെ ഭാര്യ തൻ്റെ കൂടെ ഇല്ലായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും. അതുതന്നെ വലിയൊരു സന്ദേശമാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്. ഇന്നലെ നിങ്ങൾ ഇട്ടതിനേക്കാളും എല്ലാ ദിവസവും ഈ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് VD സതീശ, നിങ്ങളുടെ ആ ഈഗോ മാറ്റിവെച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ആ സൈലന്റ് ഇന്നർ ക്രൈ, അവരുടെ ഉള്ളിൽ നീറുന്ന ആ വേദന നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളും നിങ്ങളെ അനുകൂലിച്ച K മുരളീധരൻ ഇത് കുറിച്ചു വെച്ചുകൊള്ളുക. VD സതീശൻ, K മുരളീധരൻ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, ഉമാ തോമസ് അടക്കമുള്ളവർ, അവരെ ഞാൻ ഈ പറഞ്ഞവർ തിരഞ്ഞെടുപ്പിന് നിന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ ജനങ്ങൾ ദയനീയമായി പരാജയപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നെ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുപോലൊരു മിടുക്കനായ യുവനേതാവിനെ നശിപ്പിച്ച ഈ നരാധപന്മാരെ, ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ഇത്രയും പേരെ, അവരെ തെരഞ്ഞെടുപ്പിന് നിർത്തുവാൻ ഇവർ അനുവദിച്ചാൽ യാതൊരു കാരണവശാലും ഇവരെ വിജയിപ്പിക്കരുത്. ഇന്നലെ മുതൽ തന്നെ നമ്മളൊരു ക്യാമ്പയിൻ ആരംഭിച്ചു. രാഹുലില്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട. കേരളത്തിലുള്ള ഓരോ അമ്മമാരും പെങ്ങന്മാരും സഹോദരങ്ങളും അവർ നെഞ്ചിൽ കുറിച്ചിട്ട് കഴിഞ്ഞു, രാഹുലില്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് രാഹുലില്ലാത്ത
ഒരു നിയമസഭ രാഹുലിനെ പോലെ മിടുക്കനായ ഒരു കാര്യങ്ങൾ പഠിച്ചു പറയുവാൻ ശേഷിയുള്ള കാര്യപ്രാപ്തിയുള്ള ഒരു യുവനേതാവിനെ ഇല്ലാതാക്കിയിട്ട് വളിപ്പന്മാരെയും ജോക്കർമാരെയും ആഭാസന്മാരെയും ചെരുപ്പ് താങ്ങികളെയും താറുതാങ്ങികളെയും സാമാജികരാക്കി കൊണ്ടുപോയി അതുപോലെ പഴയ കടൽക്കിഴവന്മാരെ വീണ്ടും നിയമസഭ കയറ്റുവാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പിണറായി വിജയന് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എത്തേണ്ട ഒരു അവസരം, ഒരു ഗതികേട് ഈ സംസ്ഥാനത്തുണ്ടാവും. അതായിട്ട് നിങ്ങൾ ഉണ്ടാക്കണോ? അപ്രകാരം ഒരു അവസരം ഉണ്ടായാൽ അതിൻ്റെ ഏക ഉത്തരവാദി വി ഡി സതീശ നിങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പിണറായി വിജയൻ വന്നാലും വി ഡി സതീശൻ വന്നാലും ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഇവർ രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വി ഡി സതീശ നിങ്ങളുടെ ഈഗോ വെടിഞ്ഞ് ഇനിയുള്ള ഈ അവസാന മണിക്കൂറുകളിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ നന്മയെ കരുതി ആ യുവനേതാവിനെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരികെ എടുക്കണം. നിങ്ങളുടെ നിലപാടുകൾ പാളി എന്നൊന്നും ജനങ്ങൾ കരുതത്തില്ല. ഈ അവസാന നിമിഷമെങ്കിലും നിങ്ങൾക്കൊരു മനമാറ്റമുണ്ടായാൽ നിങ്ങളുടെ മകൾ ഇന്നലെ ഇട്ട പൊങ്കാലയ്ക്ക് അവൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചത് എൻ്റെ തന്തയുടെ മനസ്സ് മാറണേ ദൈവമേ എന്നായിരിക്കാം. അപ്രകാരം ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് മാറിയാൽ നിങ്ങൾക്ക് കൊള്ളാമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കിവിടെ പാളി. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ കയ്യിലുള്ള സകല കള്ളപ്പണം ഉപയോഗിച്ചാലും ഈ കേരളത്തിലുള്ള സകല മാധ്യമങ്ങളെയും നിങ്ങൾ വിലക്കെടുത്താലും നിങ്ങൾ എന്തൊക്കെ PR ഗിമിക്സ് കാണിച്ചാലും ആരെ കൊണ്ടൊക്കെ നിങ്ങൾ മഹാനാണെന്ന് പറയിപ്പിച്ചാലും കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ആരംഭിച്ച ആ മിഷൻ 250യുടെ 142ാം ദിനമായ ഇന്ന് ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കുക. ജനങ്ങളുടെ പ്രതികരണങ്ങൾ ശക്തമായി തുടരുന്നു. കേട്ടാലും. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളം. എന്റെ പേര് സുരേഷ് ചാണ്ടി. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിന് പൊതുവായിട്ടൊരു പരാജയം സംഭവിക്കും. കാരണം രാഹുലിനെ സ്നേഹിക്കുന്ന അനവധി ആൾക്കാര് നമ്മുടെ നാട്ടിലുണ്ട്. അത് സാധാരണ കോൺഗ്രസിന്റെ MLA-മാരായിട്ട് മത്സരിക്കുന്ന MLA ആകാൻ വേണ്ടി മത്സരിക്കുന്ന അവരെ വരെ ബാധിക്കും. സതീശനും രമേശ് ചെന്നിത്തലയും മുരളീധരനെയും തോപ്പിക്കണമെന്നുള്ളത് കട്ടായമായിട്ടും തോപ്പിക്കണം. അത് ജനങ്ങൾ തോപ്പിക്കും. അവര് നിയമസഭ കാണില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഈ ഇത്രയും ക്യാമ്പയിനും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അവരുടെ മണ്ടയിലോട്ട് ഇത് കേറുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവര് തന്നെയാണ് അതിന്റെ ഉത്തരവാദികള്. ഇപ്പൊ കോൺഗ്രസ് അവര് തന്നെയാണ് അതിന്റെ ഉത്തരവാദികള്. അപ്പൊ അതിനുശേഷം ഇപ്പൊ എല്ലായിടും തോറ്റു കഴിഞ്ഞിട്ട് ഭരണം കിട്ടിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാര്യം പൊതുജനങ്ങളുടെ വികാരം അവർക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ ആൾക്കാരെ, ചിങ്കിടികളെ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. ബാക്കി താഴേക്കിടയിലുള്ള പ്രവർത്തകരെയോ വാർഡ് തലത്തിലുള്ള നേതാക്കന്മാരെയോ ഒന്നും അവർ കാണുന്നില്ല. അവരുടെ പെട്ടി തൂക്കുന്ന ആൾക്കാരെ മാത്രമേ കാണുന്നുള്ളൂ. അത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസിന് ഭരണം കിട്ടുന്ന കാര്യം സംശയമാണ്. കാര്യം ജനങ്ങളെ രാഹുലിനെ സ്നേഹിക്കുന്ന നിരവധി ആൾക്കാർ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്. ആ മണ്ഡലങ്ങളിലെല്ലാം ഇവരൊന്നും വോട്ട് ചെയ്യാതിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏത് പാർട്ടിയാ അല്ലെങ്കിൽ വേറെ ഏത് സ്ഥാനാർത്ഥിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കേ വോട്ട് ചെയ്യത്തുള്ളൂ. നമ്മളിത് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ പറയും പെയ്ഡ് ഇതാണെന്നോ അതൊക്കെ പറയും. ഇന്ന് തന്നെ ഞാൻ ഒരു ഇത് കേട്ട് നിങ്ങളുടെ ITV ന്യൂസിന്റെ ഇത് രാഹുലിന്റെ പിന്നെ ചാനലാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂട്യൂബിൽ ഞാനൊന്ന് കേട്ടായിരുന്നു. അങ്ങനെയൊക്കെ പല ആരോപണങ്ങളും നടത്തും. പക്ഷെ സത്യം ജനങ്ങൾക്ക് അറിയാമല്ലോ. സത്യം ജനങ്ങൾക്കറിയാം. പക്ഷെ ഈ മന്ദബുദ്ധികളായ നേതാക്കന്മാർക്ക് അറിയുന്നില്ല. അതുപോലെ പാലക്കാട്ട് ഈ നമ്മുടെ ജോക്കർ പിഷാരടിയെ കൊണ്ടു നിർത്തിയാൽ എന്ത് സംഭവിക്കും? ഒരു രക്ഷയില്ല. പാലക്കാട്ട് രാഹുൽ അല്ലാതെ വേറെ ആര് നിന്ന് കഴിഞ്ഞാലും VD സതീശൻ പോയി നിന്ന് കഴിഞ്ഞാൽ പോലും ജയിക്കത്തില്ല. പാലക്കാട്ട് കോൺഗ്രസിനകത്ത് നിന്ന് ഏത് സ്ഥാനാർത്ഥികളെ നിർത്തി കഴിഞ്ഞാലും പാലക്കാട്ട് ജയിക്കില്ല. പാലക്കാട്ട് ജയിക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കിട്ടണം. കോൺഗ്രസിന് ഭരണം കിട്ടണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ഭരണം കിട്ടില്ല. അതുപോലെ സതീശൻ ഇപ്പം നടത്തുന്ന തേൻകണി യാത്ര കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? കോൺഗ്രസിന് പ്രയോജനമൊന്നുമില്ല. സതീശനും സിൽബന്തികൾക്കും പ്രയോജനം ഉണ്ടാകും. സതീശന് കുറച്ചു നേരം നടക്കാതെ ആരെങ്കിലും ഒക്കെ തൂക്കിയെടുത്തോണ്ട് തല വെച്ചോണ്ടൊക്കെ നടക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രയോജനമൊന്നും കാണുന്നില്ല. എന്റെ പേര് ഏലിയാസ്. ഞാൻ പിറവത്തുനിന്നാണ് വിളിക്കണേ. ഡോക്ടർ തോമസ് പറഞ്ഞില്ലേ, പുള്ളി നാട്ടിലുള്ള ആത്മാർത്ഥം കൊണ്ടാണല്ലോ പുള്ളി അത്രയും സംസാരിച്ചത്.
അത്ര പോലെ ഈ നാട്ടിലുള്ള നാടികൾക്ക് തോന്നുന്നില്ല സാറേ. അങ്ങേരെന്താ ആത്മാർത്ഥമായിട്ട് അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ഈ മനുഷ്യനെ പൂർണ്ണമായിട്ട് തലയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഒന്നോർത്തേക്ക് പിണറായിയുടെ തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ സതീശൻ ഈ പണി ചെയ്യുന്നത്. അതുപോലെ പാലക്കാട് BJPക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവൻ ആ പണിയും ചെയ്യുന്നത്. ജനങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് തൂണും ചാരിയൊന്നും പെണ്ണുണ്ടോ എന്ന് പറഞ്ഞ രീതിയിലുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ പാലക്കാട് BJP എടുക്കും. ഈ മനുഷ്യന് കുഴിയിലാക്കാൻ വേദനയുണ്ട് സാറേ. 76 വയസ്സായി. ആ പയ്യന്റെ കാര്യം ഓർത്തിട്ട് നല്ല വേദനയുണ്ട് എനിക്ക്. അത്രയും കഷ്ടപ്പെട്ട അവന്റെ ജീവിതം തന്നെ ഇതിനു വേണ്ടി ഹോമിച്ച് അവനെ ഒന്നും അല്ലാതാക്കി നശിപ്പിച്ച് കളഞ്ഞിട്ട് മിമിക്രിയും കളിച്ച് മിമിക്രി നടന്നു കളഞ്ഞ് ഒരു കോമാളി, ഒരു ജോക്കറെ കൊണ്ട് പാലക്കാട് അവനെ അവമാനിക്കുന്നത് തുല്യമല്ലേ? ഒന്നും നടക്കാൻ പോകുന്നില്ല സാറേ. പാലക്കാട്ടെ ജനങ്ങൾ എത്ര മണ്ടന്മാരാ ഈ ജോക്കറിനെ ജയിപ്പിക്കുന്നത് കരുതാൻ. അല്ല, ഉപ്പളം പറ്റുമോ ഉപ്പിലിട്ടത്? ഈ ജോക്കറെ കൊണ്ടവിടെ ഇട്ടിട്ട് എന്ന് നടക്കാന് എന്ന് തന്നെയല്ല ഇത് സംഭവിക്കാൻ പോകുന്നത്. പാലക്കാട് ഇവന് സ്വതന്ത്രനായിട്ടെങ്കിലും മത്സരിച്ചില്ല. അവൻ പറവൂരിൽ നിൽക്കണം, പാലക്കാട് നിൽക്കണം. അല്ലെങ്കിൽ രാഹുലിനെ മൊത്തം ജനം വെറുക്കും. ഉള്ള കാര്യം പറയാം. ജനം അവനെ ഇതായിട്ട് തിരിയും. അവന് ഈ ഉള്ളില് കോൺഗ്രസ് ഉണ്ടെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അവസരമനുസരിച്ച് പെരുമാറണം. അതാ പറഞ്ഞ ഇവനെ ഇതുപോലെ നശിപ്പിച്ച് വേട്ടയാടി ഇവനെ നശിപ്പിക്കാൻ ശ്രമിച്ചവന്മാർക്കെതിരെ ഇവൻ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ വേറെ തരത്തിലേക്ക് ചിന്തിക്കും. അവന്റെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി തീർന്നു പോകും. എനിക്കത് മനസ്സിൽ വല്ലാതെ കൊണ്ടുപോകണ്ട ഞാൻ പറയുന്നത്. എനിക്ക് ഇത്രയും പ്രായമായി, എന്നാലും ആ ചെറുക്കനായിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നത് ഇവന്റെ സ്വഭാവം എന്നായിരുന്നു. ഇവന് പഴയ ഇവനില്ലേ, ഇവനാരാ ഇത്രമാത്രം ആ പയ്യനായിട്ട് തെരുവിലിട്ട് തട്ടിക്കൊടുക്കാൻ പോകുന്നത്? ഇവനൊരു മാർക്സിസ്റ്റ് വിരോധമൊന്നുമല്ല, ഇവന് BJPയോടാണ് കൂടുതൽ ബന്ധമെന്ന് എനിക്കിപ്പോ തോന്നണം. പാലക്കാട് ശോഭനയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കാണിക്കണേ. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാം മേടിക്കാവുന്നതൊക്കെ മേടിച്ചു. ഇനി BJPയിലേക്ക് അവർക്ക് അനുകൂലമായിട്ട് നീങ്ങാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. സാറിന് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, അവന് ഏതെങ്കിലും തരത്തിൽ അവിടെ പാലക്കാട്ട് സ്വതന്ത്രനായിട്ട് ഇവന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് നിർത്തണം. അതുപോലെ പറവൂരും നിർത്തണം. രാഹുൽ ഏതായാലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ജയിക്കും, അതിന് സംശയമൊന്നുമില്ല. ഇന്നലെ ഗായത്രി എന്ന് പറയുന്ന ഒരു സ്ത്രീയും സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അതുപോലെ എത്ര അമ്മമാർ ഇവന് വേണ്ടിയിട്ട് കണ്ണീര് കളഞ്ഞിട്ടുണ്ട്. ഇവൻ ഈ സൈലന്റ് ആയിട്ടിരിക്കുന്ന എന്താണ്? ഇവന് അവസാനം വരെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കാനാണോ ഉദ്ദേശം? എനിക്കറിയില്ല. എന്നാലും അവൻ ഇനി സൈലന്റ് ഒക്കെ വിട്ടിട്ട് കാര്യത്തിലേക്ക് കടക്കണം. ഇവന് അവിടെ നിർത്താൻ അവർക്ക് ഉദ്ദേശമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 സ്ഥലത്തും നിർത്തണം. പറവൂരും അവര് കെട്ടിവെച്ച കാശ് കൊടുക്കരുത്. അതെ, ആ അവസരം ജനങ്ങൾ ഉണ്ടാക്കും. അത് ഉണ്ടാവണം. ഇല്ലെങ്കിൽ രാഹുലിനെ ജനം വെറുക്കും. എനിക്ക് പറയാനുള്ളതാ. ഇത് പെരുങ്കടവിളയിൽ നിന്ന് രഘുകുമാരൻ സാർ, ഇത് രാഹുലിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് മത്സരിപ്പിക്കണം. അതായത് നല്ലൊരു കഴിവുള്ള പയ്യനാണ്. ഇത് പിണറായിയും സതീശനും കൂടെയാണ് ഈ പണി ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് വന്നാലും രാഹുലിനോടൊപ്പമാണ് നമ്മള്. ഈ കോമഡി പിഷാരടി അവിടെ ഇറക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഇവനൊക്കെ കിടന്ന് മറ്റേ സിനിമയിൽ കിടന്നും നാടകത്തിൽ കിടന്നും കളിച്ചു വളർന്നവന് രാഷ്ട്രീയം അറിയാവന് അറിഞ്ഞൂടാ. അതുകൊണ്ട് രാഹുലിനെ തന്നെ അവിടെ സീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് മത്സരിപ്പിക്കണം. അതാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, കുടുംബപരമായിട്ട് കോൺഗ്രസ്സുകാരനാണ്. ഞാൻ മുതുപ്പുഴ മണ്ഡലത്തിൽ നിന്ന് സണ്ണി എന്ന് പറഞ്ഞ ആളാണ് വിളിക്കുന്നത്. ഈ പാലക്കാടൊക്കെ കൊണ്ട് ഈ സിനിമാ നടൻ പിഷാരടിയെ കൊണ്ടൊക്കെ ആ സീറ്റ് പോലും പോകും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്താൻ എങ്ങനെയായാലും നിങ്ങൾ ഉത്സാഹിക്കണം. ഞാൻ ഉത്സാഹിച്ചിട്ട് എന്തെടുക്കാനാ? അവന്മാര് 101% ഇവനെ നിർത്തത്തിൽ ഇവനെ തീർക്കാൻ വേണ്ടി നിൽക്കുക. പിന്നെ അവന്മാരെ സംബന്ധിച്ചിടത്തോളം പിണറായിയുടെ കയ്യിൽ നിന്നും മോദിയുടെ കയ്യിൽ നിന്നും പണം മേടിച്ചവന്മാര് KC വേണുഗോപാലും VD സതീശനോടും കൂടെ കൂടി ഒന്ന് BJPക്ക് എങ്ങനെ പോയാലും ഒരു 10-15 സീറ്റ് കൂടെ ഒപ്പിച്ചു കൊടുക്കുക. അതുപോലെ പിണറായിക്ക് തുടർഭരണം ഒപ്പിച്ചു കൊടുക്കുക. 3000-4000 കോടി രൂപ ഇവന്മാരെ അതിന്റെ കമ്മീഷൻ മേടിക്കുക. ഇതാണ് ഇവന്മാരുടെ പദ്ധതി. ഹോൾസെയിൽ കച്ചവടം. എന്നിട്ട് പ്രതിപക്ഷത്തിരുത്തു കഴിഞ്ഞാൽ ആ മോഷണ മുതലിന്റെ എല്ലാം നല്ലൊരു ശതമാനം പങ്ക് പറ്റുകയും ചെയ്യാം. ഇതാണ് ഇവന്മാരുടെ തന്ത്രം. ഇത് മനസ്സിലാക്കണം. ഇത് എന്നാ നമ്മളൊക്കെ അടിയുറച്ച് കോൺഗ്രസ്സുകാർ എന്നാ ചെയ്യാൻ? നമുക്ക് ഭയങ്കര പ്രയാസമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ. ബാക്കിയുള്ളവന്മാരെ എല്ലാം തേക്കണിപ്പെടുത്തി അമ്മമാരുടെ തീടിയും കാസറ്റുമായിട്ടിരിക്കുക. ഒരുത്തന് പോലും മിണ്ടാനുള്ള ശേഷിയില്ല. ഈ ചെന്നിത്തലയും VD സതീശനെയൊക്കെ ഇറക്കി വിടണം ഇതിന്റെ അകത്തുനിന്ന്. ഈ KC വേണുഗോപാൽ എന്തിനാ ഇവനും കൊടുത്ത് കളിക്കുന്നുണ്ട്? അവനാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ദേശീയ തലത്തിൽ തന്നെ ഇതിനെ മുടിപ്പിച്ചു. മറ്റേ രാഹുലിനെ ഇതേപോലെ പെടുത്തി ബന്ദിയാക്കി മൊത്തത്തിൽ നശിപ്പിച്ച് ഇനി ആകെയുള്ള കേരളമേ ഉള്ളൂ. എന്നാൽ കേരളം കൂടെ ഇവന്മാര് മുടിപ്പിക്കാനായിട്ട് പദ്ധതി ഇട്ട് കഴിഞ്ഞു. BJPയുടെ കൈ കൊണ്ട് കൊടുക്കുക. കണ്ട തിരുവനന്തപുരത്ത് അമ്മമാര് കൊടുത്ത കണ്ട
ആ അതുപോലെ പാലക്കാട് ഇതുപോലെ തന്നെ പാലക്കാടും മറ്റുള്ള സ്ഥലങ്ങളിലും കൊടുത്തിരിക്കും. ഇവമാർക്ക് ഏക ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ, വി.ഡി. സതീശൻ എങ്ങനെയെങ്കിലും 2ാം സ്ഥാനത്ത് വന്ന പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാം, മുഖ്യമന്ത്രിയെക്കാളും സുഖസൗകര്യത്തോടെ അടുത്ത വീട്ടിൽ താമസിക്കാം, സകല കള്ളത്തരത്തിന്റെയും കമ്മീഷൻ കിട്ടും, ഒരു വിജിലൻസിനെയും പേടിക്കണ്ട, ഒരു ED പേടിക്കണ്ട. വി.ഡി. സതീശനും പിന്നെ പിണറായി വിജയനും കൂടെ ഒത്തുകളിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവര് തമ്മിലുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻഡ് ഗെയിം അല്ലേ, ഒത്തുകളിയത്. പക്ഷെ ഇവിടുത്തെ മുണ്ണകൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്ത് ഈ KCയെയും ഈ ചെന്നിത്തലയും വി.ഡി. സതീശനെയും ഈ കൊടുക്കുന്ന സുരേഷും എല്ലാം കണക്കാ. അതെ, അന്നേരം ജനങ്ങൾ ചെയ്യേണ്ടത് ഇത്തവണ ഇവന്മാരെ കൃത്യമായിട്ട് നോക്കി ഇവന്മാരുടെ മണ്ഡലങ്ങളിൽ ജനങ്ങൾ തോൽപ്പിക്കുക. അതാ ചെയ്യണ്ട. അന്നേരം നമ്മളൊരു പുതിയ ക്യാമ്പയിൻ തുടക്കുന്നത്, രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട. ഓരോ ജനങ്ങളും അങ്ങനെ ചിന്തിച്ച് UDF വരണം, പക്ഷെ ഈ കള്ളന്മാർ തോക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇവന്മാരെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കുക. അതെ, UDF അധികാരത്തിൽ വരണം, ആ ഒരു ലക്ഷ്യത്തോടെ പോകണം. എന്നാലേ പറ്റത്തുള്ളൂ. സാറേ, ഞാൻ തിരുവാങ്കുളത്ത് ജോണാണ്. നമ്മളെ ഈ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പറയാൻ വേണ്ടി, മാങ്കൂട്ടം പാലക്കാട് നിൽക്കണില്ലെങ്കിൽ ഞങ്ങൾ തിരുവാങ്കുളത്തുള്ള ഞങ്ങളെ കുറെ ഗ്യാങ് ഉണ്ട്, ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോണില്ല ഇപ്രാവശ്യം. ഈ കോമഡി പിഷാരടി അവിടെ നിന്നാലെങ്ങനെയുണ്ട്? അത് 8 നിലയിൽ പൊട്ടും പുള്ളി. കാരണം പുള്ളികളോട് നമുക്ക് വൈരാഗ്യമൊന്നുമില്ല, പക്ഷെ അതല്ല, പുള്ളിയും ജയിക്കില്ല. അതുപോലെ ഈ സതീശൻ നടത്തുന്ന തേങ്കണി യാത്ര കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ ഇത്തവണ? പ്രയോജനം ഉണ്ടാവും തോന്നണില്ല. രാഹുലിന്റെ വിഷയത്തില് പാലക്കാട് മാത്രമല്ല, കേരളത്തിൽ മൊത്തം കോൺഗ്രസിന് ഇത്തവണ തിരിച്ചടി ഉണ്ടാവും. മൊത്തം ബാധിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.